നമസ്കാരം. മുംബൈയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. മഹാരാഷ്ട്രയിൽ ഞങ്ങൾ ഇതുവരെ പോവാത്തൊരു സ്ഥലമുണ്ട്, ഛത്രപതി സംഭാജി നഗർ. അവിടേക്കാണ് ഇന്ന് പോകുന്നത്. ഈ സ്ഥലത്തിന്റെ പഴയ പേര് ഔറംഗാബാദ് എന്നാണ്. കുറച്ച് നാളുകൾക്ക് മുന്നെയാണ് ഈ സ്ഥലത്തിന്റെ പേര് മാറ്റിയത്. അപ്പോൾ നമുക്ക് പോകാനുള്ള ട്രെയിൻ ഉള്ളത് മുംബൈ CSMT റെയിൽവേ സ്റ്റേഷനിൽ രാത്രി 9:30 സമയം 4 മണി. ഞങ്ങളിപ്പോ മുംബൈയിലെ മറൈൻ ഡ്രൈവിന്റെ ഭാഗത്താണ് ഉള്ളത്. ട്രെയിൻ പുറപ്പെടാൻ ഒരുപാട് സമയമുണ്ടല്ലോ. കുറച്ചേരം ഇവിടെ വന്നിരിക്കാന്ന് കരുതി. അങ്ങ് ദൂരെയായി ഒരുപാട് കെട്ടിടങ്ങളൊക്കെ കാണാം. കുറച്ച് വ്യക്തത കുറവുണ്ട്. അതിങ്ങതേ ഈ ഭാഗം വരെ വ്യാപിച്ച് കിടക്കുന്നുണ്ട്. ഇവിടെയാണ് വാങ്കഡെ ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയം. ഇനി ഇതുവഴി നടന്ന് അങ്ങ് അറ്റം വരെ പോവാം, അതായത് നരിമാൻ പോയിന്റ് വരെ. ഇന്നൊരു ഞായറാഴ്ചയാണ്, അതുകൊണ്ടാണ് ഇത്രയും തിരക്ക്. ഇവിടെ ഇപ്പൊ ഈ സമയത്തും നല്ല വെയിലാണ്. ശരിക്കും പറഞ്ഞാല് ഈ മുംബൈയിൽ വന്നിരിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം തന്നെയാണ് മറൈൻ ഡ്രൈവ്. വാങ്കഡെ സ്റ്റേഡിയത്തിന്റെ അവിടെ നിന്ന് നടന്ന് ഞങ്ങൾ ഇത് അവസാന ഭാഗമായ നരിമാൻ പോയിന്റിലേക്ക് എത്തി. ഇനി ഇതിന്റെ അങ്ങോട്ടൊന്നും നടന്നു പോകാൻ വേണ്ടിയിട്ടൊന്നും പറ്റില്ല. അങ്ങ് ദൂരെയായി ഒരുപാട് കെട്ടിടങ്ങളൊക്കെ കാണാം. അത് ഈ മുംബൈൻ്റെ ഏത് ഭാഗത്ത് എത്തിയാലും അങ്ങനെ തന്നെയാണ്. ഈ ഭാഗത്ത് കൂടുതലും ഒരുപാട് ഹോട്ടലുകളും പല ഓഫീസുകളൊക്കെയാണ്. പിന്നെ ഇവിടുത്തെ വൃത്തിയൊക്കെ കണ്ടില്ലേ, അതൊക്കെ പക്കയാണ്. നല്ല രീതിയിൽ തന്നെ ഇവരതൊക്കെ പരിപാലിക്കുന്നുണ്ട്. ഇനി ഞങ്ങൾ ഇവിടുന്ന് CST ഭാഗത്തേക്ക് പോകുവാണേ. നമുക്ക് ഇവിടുന്ന് തന്നെ AC ഡബിൾ ഡെക്കർ കിട്ടും. നേരെ അങ്ങോട്ട് പോവാം. ഇവിടെ എത്തിയാലുണ്ടല്ലോ ചെറിയ പൈസക്ക് തന്നെ നമുക്ക് AC ഡബിൾ ഡെക്കർ ബസ്സിലൊക്കെ യാത്ര ചെയ്യാൻ വേണ്ടി പറ്റുമേ. നമ്മളിപ്പം പോയല്ലോ നരിമാൻ പോയിന്റ്, അതിന്റെ അടുത്ത് തന്നെയാണ് NCP എന്ന് പറഞ്ഞിട്ട് ഒരു ബസ് സ്റ്റോപ്പ് ഒക്കെ വരുന്നത്. അവിടെ തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഛത്രപതി ശിവജി മഹാരാജ ടെർമിനസിന്റെ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്കൊക്കെ ഡബിൾ ഡെക്കർ ബസ്സുകൾ കിട്ടും. ഞങ്ങളുണ്ടല്ലോ 2 വർഷം മുന്നേ അതിന്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേ സമയത്ത് 6 രൂപ മാത്രമേ 4.5 കിലോമീറ്റർ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് പൈസ ആവുന്നുള്ളൂ. പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞാല് ഒരു 2-3 മാസം മുന്നേ ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അന്നേരം പൈസ കൂട്ടി എന്ന് പറയാം. നമ്മൾ NCPന്റെ മുന്നിൽ വന്നേ. ഇവിടെ ഇപ്പം ഡബിൾ ഡെക്കറിനൊന്നും കാണുന്നില്ല. റോട്ടിൽ നിന്ന് ക്രിക്കറ്റ് കളിക്കുകയാണ്. ഈ മുംബൈയിൽ എവിടെ പോയാലും ക്രിക്കറ്റ് കളിക്കുന്നത് കാണാം. നേരത്തെ ഒരു ക്രിക്കറ്റ് കളിക്കുന്ന സ്ഥലം കണ്ടില്ലേ, അവിടെ നിന്നാണ് ഡബിൾ ഡെക്കർ ബസ്സൊക്കെ കിട്ടേണ്ടത്. ഒരുപാട് നേരം അവിടെ വെയിറ്റ് ചെയ്തു. ഇന്നൊരു ഞായറാഴ്ച ദിവസമാണ്, ബസ്സുകളൊക്കെ വളരെയധികം കുറവാണ്. ഞങ്ങളിപ്പോൾ നടന്നിട്ട് ചർച്ച് ഗേറ്റ് റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തെത്തി. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഒരുപാട് മാർക്കറ്റുകളൊക്കെ കാണാം. ഇത് ചർച്ച് ഗേറ്റ് റെയിൽവേ സ്റ്റേഷന് മുന്നിലത്തെ ബസ് സ്റ്റാൻഡാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് വളരെ കുറച്ച് ദൂരം മാത്രമേ CSTയിലേക്കുള്ളൂ. ഒന്നെങ്കിൽ ഇതുപോലുള്ള ബസ്സിന് പോവാം, അല്ലെങ്കിൽ പിന്നെ നമുക്ക് നടന്നിട്ടായാലും പോവാം. CSTയിലേക്ക് പോകാനുള്ള ബസ് ഇതാ വരികയാണ്. ഇനിയിപ്പോ ഇതിൽ പോവാം. AC ആണ്. ബസ്സിൽ കയറി. സീറ്റൊന്നും തന്നെ ഇല്ല, സ്റ്റാൻഡിങ് ആണ്. ഇനിയിപ്പോ ഒരു 600 മീറ്ററും കൂടെ പോകാനുള്ളൂ. ചെലോ ബസ്സിലാണ് ഞങ്ങൾ വന്നത്. ക്യാഷ് എടുത്തില്ല കേട്ടോ, ഓൺലൈൻ പേയ്മെന്റ് മാത്രമാണ് ഉണ്ടായത്. ഇതാ ഇവിടെ ഡബിൾ ഡെക്കർ. ഇത് ആ ഭാഗത്തേക്ക് ഉണ്ടായിരുന്നെങ്കിണ്ടല്ലോ നമുക്ക് നല്ല കിടിലം കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാമായിരുന്നു. മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനാണ് ഈ കാണുന്നത്. അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് CSMT റെയിൽവേ സ്റ്റേഷൻ, അഥവാ ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസ്. ഈ സ്റ്റേഷന്റെ മുമ്പുണ്ടായിരുന്ന പേര് വിക്ടോറിയ ടെർമിനസ് എന്നായിരുന്നേ. യുനെസ്കോന്റെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഒരു റെയിൽവേ സ്റ്റേഷൻ കൂടിയാണിത്. ഇപ്പൊ കറക്റ്റ് 5:30 അവിടെ ക്ലോക്കിൽ കാണാം. ഇവിടെ ഒരു അണ്ടർപാസ് ഉണ്ട്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഇവിടെ നല്ല തിരക്കാണ്. ശരിക്കും ഇതിന്റെ അകത്ത് ഇപ്പൊ നല്ല ചൂടാണ്. എത്ര ആൾക്കാരാണെന്ന് നോക്കിയേ. തിങ്ങി ഞെരുങ്ങിയാണ് പോകാൻ പറ്റുക. ശരിക്കും പറഞ്ഞാണ്ടല്ലോ ഈ ഇത്ര ആൾക്കാർ ഒരേപോലെ തന്നെ ഈ സമയത്ത് ഇതിന്റെ അകത്തുള്ളത് കൊണ്ട് നല്ല ചൂടിന്റെ കാര്യം പറഞ്ഞല്ലോ, അതുതന്നെയാണ് മെയിനായിട്ടുള്ള പ്രശ്നം. ഡ്രസ്സുകളും ബെൽറ്റാണ് കൂടുതലായിട്ടും. ഇപ്പൊ ഇവിടുന്ന് നേരെ റൈറ്റിലേക്കാണ് നമുക്ക് റെയിൽവേ സ്റ്റേഷന്റെ ആ ഒരു ഭാഗം. ഒരുപാട് കടകളുണ്ട് ഇതിന്റെ അകത്ത്. ഇപ്പൊ രാത്രി 7 മണിയായേ. ഈ CSMT റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് തന്നെ ഒരുപാട് റെസ്റ്റോറന്റുകൾ ഉണ്ട്. ഞങ്ങൾ ഇവിടെ മുംബൈയിൽ വന്നാല് എപ്പോഴും പോയി കഴിക്കുന്ന ഒരു റെസ്റ്റോറന്റ് ഉണ്ട്. ഇനിയിപ്പോ നേരെ അങ്ങോട്ടാണ് പോകുന്നത്. ഞങ്ങൾ ഇവിടുന്ന് കഴിക്കുന്നത് ചിക്കൻ ബിരിയാണിയാണ്. 2 പീസാണ് ഉള്ളത്. പിന്നെ ഇതിന്റെ കൂടെ തന്നെ മുട്ടയുണ്ട്, പപ്പടം ഉണ്ട്, സാലഡ് കൂടെ ഇതാ ഇവിടെ കാണാം. ഇത് മലബാർ ബിരിയാണിയാണ്. അപ്പൊ ഇങ്ങനെ ഇതൊക്കെ എടുത്ത് പപ്പടം കൂട്ടി കഴിക്കാം. പിന്നെ ബിരിയാണിന്റെ മസാല കാണാം കേട്ടോ. ഭക്ഷണം കഴിച്ച് CSMT റെയിൽവേ സ്റ്റേഷന്റെ മുന്നിലേക്ക് വന്നേ. രാത്രി ലൈറ്റ് ഒക്കെ ഇട്ട് കാണാൻ മനോഹരാണ്.
ഇപ്പൊ 7:25 സമയം. ഛത്രപതി ശിവജി മഹാരാജാവ് മറാത്ത സാമ്രാജ്യത്തിന്റെ സ്ഥാപകനാണ്. ഈ ഛത്രപതി എന്നൊരു പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹാരാജാവ് എന്നാണ്. അതായത് 1674 മുതൽ 1680 വരെ അദ്ദേഹമാണ് മറാത്ത സാമ്രാജ്യം ഭരിച്ചത്. CSMTയിലാകെ 18 പ്ലാറ്റ്ഫോമുകളാണ് ഉള്ളത്. നമുക്കിന്ന് പോകാനുള്ള ട്രെയിനിന്റെ പ്ലാറ്റ്ഫോം ആപ്പിലൊക്കെ കാണിക്കുന്നത് 14ആണ്. എന്നാ പിന്നെ നേരെ 14ലേക്ക് പോവാം. ഞങ്ങളിപ്പോൾ 14 നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് വന്നുവേ. ഇവിടുന്ന് ഒരു ട്രെയിൻ ഇപ്പോൾ എടുത്തു. ഇത് എല്ലാ ദിവസവും രാത്രി 8:15 കോലാപൂരിലേക്ക് പോകുന്ന മഹാലക്ഷ്മി എക്സ്പ്രസ് ആണ്. അതായത് ഈ കോലാപൂർ റെയിൽവേ സ്റ്റേഷന്റെ പേര് ഛത്രപതി ഷാഹു മഹാരാജ് ടെർമിനസ് എന്നാണ്. ഈ ട്രെയിനിൽ ഞങ്ങൾ പോയിട്ടുണ്ട് കോലാപൂർ വരെ ഇവിടുന്ന്. ആ സമയത്ത് ഇത് ഉത്കൃഷ്ട കോച്ചായിരുന്നു. ഇപ്പോൾ LHP ആയി. ഇനിയിപ്പോൾ ഈ ട്രെയിൻ ഇപ്പോൾ ഇവിടുന്ന് പോയല്ലോ, ഇവിടത്തേക്ക് തന്നെയാണ് നമുക്ക് പോകാനുള്ള ട്രെയിനും വരിക. ഇതിൻ്റെ അൺറിസർവ്ഡിലൊക്കെ അത്യാവശ്യം തിരക്കുണ്ട്. നാളെ രാവിലെയാണിത് കോലാപൂർ എത്തുക. ഇത് തന്നെയാണ് കോലാപൂരിൽ നിന്ന് തിരുപ്പതിയിലേക്കുള്ള ഹരിപ്രിയ എക്സ്പ്രസ്. റേക്ക് ഷെയറിംഗ് ഉണ്ട്. ഇതങ്ങ് പോയി. നമ്മളിനി പോകുന്ന ട്രെയിനെ പറ്റി പറയാം. ഇവിടുന്ന് രാത്രി 9:30 ഹൈദരാബാദിലെ ലിംഗംപള്ളിയിലേക്ക് പോകുന്ന ദേവഗിരി എക്സ്പ്രസിനാണ്. ട്രെയിൻ ഇപ്പോൾ ഏകദേശം ഷണ്ടിങ് ചെയ്ത് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരും. മുംബൈ CSMT റെയിൽവേ സ്റ്റേഷനിൽ രാത്രി 9:54 മംഗളൂരു ജംഗ്ഷനിലേക്ക് പോകുന്ന സൂപ്പർ ഫാസ്റ്റ്, അതിന്റെ ഷണ്ടിങ് ആണ് ഇവിടെ. ഇതിന്റെ അൺറിസർവ്ഡിൽ കയറാനുള്ള ആൾക്കാരുടെ തിരക്കാണ് ഇവിടെ. ക്യൂ ആണ്. ട്രെയിൻ നമ്പർ 17057 മുംബൈ CSMT ലിംഗംപള്ളി ദേവഗിരി എക്സ്പ്രസ് ഇതാ പ്ലാറ്റ്ഫോം നമ്പർ 14ലേക്ക് ഷണ്ടിങ് ചെയ്ത് വരികയാണ്. ഞങ്ങളിന്ന് യാത്ര ചെയ്യുന്ന കോച്ച് 3rd AC എക്കണോമിയിൽ M2 ആണ്. മുന്നിൽ തന്നെ അണ്ടർസൂഡൊക്കെ കാണാം. ഇവിടെ മുതൽ പിന്നെ AC തുടങ്ങി. ദുരന്തോ എക്സ്പ്രസിൻ്റെ ഒരു ലിവറിയാണ് കേട്ടോ. നല്ല രസമാണ് ഇത് കാണാൻ. ഇത് ഫസ്റ്റ് AC കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് AC ആണ്. ഇവിടെ തന്നെയാണ് M2 വരുന്നത്. നമ്മുടെ കോച്ചിലേക്ക് കയറിയാണ്. നമ്മൾ തന്നെ ആദ്യം തന്നെ കയറി. 42ഉം 45ഉം ആണ് ഞങ്ങളുടെ ബെർത്തുകൾ. 45 ഇതാ ഇവിടെ, 42 ഇതാ ഇവിടെ. 2 മിഡിൽ ബെർത്താണ് ഞങ്ങൾക്ക് കിട്ടിയത്. ബുക്ക് ചെയ്യുമ്പോൾ അങ്ങനെയാണ് ആയിപ്പോയത്. കാരണം അവസാന സമയത്താണ് ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ഇവിടുത്തെ കുറച്ച് സൗകര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. റീഡിങ് ലൈറ്റും ചാർജിങ് പോയിന്റും എല്ലാ സൗകര്യവും 3rd AC എക്കണോമീൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഇവിടെ തന്നെ ഇപ്പോൾ ആൾക്കാരൊക്കെ വരും. 3rd ACയും 3rd AC എക്കണോമിയും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം ഈ ഒരു വീതിയൊക്കെയാണ്. പിന്നെ ബെർത്തിന്റെ വീതി, പിന്നെ കുറച്ച് എക്സ്ട്രാ സൗകര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട് എന്നല്ലാതെ 3rd AC തന്നെയാണ് കുറച്ചും കൂടെ നല്ലത്. ഈ ട്രെയിനിൽ ഞങ്ങൾ ആദ്യം ബുക്ക് ചെയ്യാൻ നിന്നത് സ്ലീപ്പർ ക്ലാസ് ആയിരുന്നു. അതൊക്കെ നേരത്തെ തന്നെ വെയിറ്റ് ലിസ്റ്റ് ആയതുകൊണ്ട് 3rd AC എക്കണോമിയിലേക്ക് വന്നു. ഇതും വെയിറ്റ് ലിസ്റ്റ് ആയിരുന്നു. പക്ഷെ ടിക്കറ്റ് ബുക്ക് ചെയ്താൽ കൺഫേം ആവുമെന്നറിയാം. ചാർട്ട് പ്രിപ്പയർഡ് ആയതിനു ശേഷമാണ് ഞങ്ങൾക്ക് 2 ബെർത്ത് കിട്ടിയത്. അത് 2 മിഡിൽ ബെർത്ത് ആയിപ്പോയി. കുഴപ്പമില്ല. അപ്പൊ ഇവിടുന്ന് മുംബൈ CSMTന്ന് ഛത്രപതി സംഭാജി നഗറിലേക്ക് ഒരാൾക്ക് 3rd AC എക്കണോമിയിൽ വന്ന ടിക്കറ്റ് ചാർജ് 615 രൂപയാണ്. ഈ ട്രെയിൻ ഉണ്ടല്ലോ ആദ്യമായിട്ട് ഓടി തുടങ്ങിയത് മുംബൈ CSTക്കും ഔറംഗാബാദിനും ഇടയിലാണ്. പിന്നീട് അവിടുന്ന് നേരെ നാദദിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. അവിടുന്ന് വീണ്ടും നിസാമാബാദിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. ഒടുവിൽ വീണ്ടും സെക്കന്ദരാബാദിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. അങ്ങനെ ഇരിക്കെ 2023 വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തു ഇവിടത്തേക്ക് ലിംഗംപള്ളിയിലേക്ക്. ലിംഗംപള്ളി എന്ന് പറയുന്നത് ഹൈദരാബാദിലത്തെ തന്നെ ഒരു പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് സൗത്ത് സെൻട്രൽ റെയിൽവേയും കൂടിയാണ്. ഈ ഒരു ട്രെയിനിന്റെ പേര് ദേവഗിരി എന്നാണല്ലോ. ഈ ഒരു പേര് എങ്ങനെ വന്നു എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഔറംഗാബാദ് അതായത് സംഭാജി നഗറൊക്കെ എത്തുന്നതിന് ഒരു 13 കിലോമീറ്റർ മുമ്പ് ദൗലത്താബാദ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ആ ദൗലത്താബാദിന്റെ ഒരു പുരാതനമായിട്ട് ഒരു നാമമാണ് ദേവഗിരി എന്ന് പറയുന്നത്. മാത്രമല്ല ഒരു ചരിത്രപരമായിട്ടൊരു സ്ഥലം കൂടിയാണ്. അതായത് ഈ മുഹമ്മദ് ബിൻ
തുഗ്ലക് ഇല്ലേ, അവരുടെ ഒരു ഭരണപരമായ ഒരു സ്ഥലം, ഇമ്പോർട്ടന്റ് ആയ ഒരു സ്ഥലമാണ്. കാരണം ആദ്യത്തെ ഒരു തലസ്ഥാനം കൂടിയാണ് ഇന്ത്യയുടെ എന്ന് പറയാം. അതായത് ഈ തുഗ്ലക്കിന്റെ ഡൽഹിയിൽ നിന്ന് നേരെ ഈ പറഞ്ഞ ദേവഗിരി തലസ്ഥാനമാക്കി വീണ്ടും ഡൽഹിയിലേക്ക് പോകണ്ടായി. അങ്ങനെ ഇമ്പോർട്ടന്റ് ആയ ഒരു സ്ഥലം കൂടിയാണ്. ഔറംഗാബാദിൽ നിന്ന് ആദ്യമായിട്ടാണ് ഈ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതും പിന്നെ കടന്നു പോകുന്ന വഴി അതായത് കൊണ്ടാണ്. ദേവഗിരി എക്സ്പ്രസിന് റേക്ക് ഷെയറിംഗ് ഉള്ളത് ലിങ്കംപള്ളി കാക്കിനാട പോർട്ട് ഗൗതമി എക്സ്പ്രസ് ആയിട്ടാണ്. ഇനിയിപ്പം ഇതിന്റെ ലോക്കോമോട്ടീവ് ഏതാണെന്ന് നോക്കാം. 9:18 ഇപ്പോൾ ട്രെയിൻ പുറപ്പെടാൻ കുറച്ച് സമയം കൂടി ഉണ്ട്. അജ്നി ലോക്കോ ഷെഡിന്റെ WAP7 ആണ് ലോക്കോമോട്ടീവ്. അപ്പോൾ ലിങ്കംപള്ളി വരെ ഇത് തന്നെ ആകാനാണ് സാധ്യത. ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനസ് കറക്റ്റ് 9:30 തന്നെ ട്രെയിൻ എടുത്തു. എട്ട് 50 ട്രെയിൻ ഇപ്പോൾ ദാദർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ എത്തുകയാണ്. ദാദറിന് കയറാനുള്ള ആൾക്കാരുടെ തിരക്കാണ് ഈ കാണുന്നത്. കൂടുതലും അൺറിസർവ്ഡ് തന്നെയാണ്. ഞങ്ങളുടെ ബെർത്തിൽ വിരിച്ച് സെറ്റാക്കുകയാണ്. ഏറ്റവും താഴെ കമ്പിളിയാണ് വിരിച്ചത്. അതിൻ്റെ മുകളിലൂടെ ഒരു ഷീറ്റ് വിരിക്കും, ഒന്ന് പുതക്കാനും ഉണ്ട്. പിന്നെ ഈ ഒരു കവറിൽ തന്നെ എഴുതി കാണാം സൗത്ത് സെൻട്രൽ റെയിൽവേ വിജയവാഡ ഡിവിഷൻ എന്നൊക്കെ എഴുതി കാണാം. നല്ലൊരു പാക്കിംഗ് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു പില്ലോ കൂടിയുണ്ട്. 10:22 താനെ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ വന്നിട്ട് പോവുകയാണ്. ഇവിടെ 2 മിനിറ്റാണ് സ്റ്റോപ്പ് ഉണ്ടായത്. ഈ രാത്രിക്കിടയിലും ലോക്കൽ ട്രെയിനിലൊക്കെ കയറാനുള്ള ആൾക്കാരുടെ എണ്ണം നോക്കിയേ. ഇനി അടുത്ത സ്റ്റോപ്പ് കല്യാണമാണ്. ട്രെയിനിൻ്റെ അടുത്ത സ്റ്റോപ്പ് ഇനി കല്യാണാണ്. അത് കഴിഞ്ഞാൽ പിന്നെ കസാറ എത്തിയതിനു ശേഷം ഈ ട്രെയിനിൻ്റെ പുറകിൽ 2 ലോക്കോമോട്ടീവ് അറ്റാച്ച് ചെയ്യും. ബാങ്കർ ലോക്കോമോട്ടീവ്. അതായത് ഈ കസാറ മുതൽ ഇഗാത്പൂരി വരെ കുത്തനെയുള്ള കയറ്റാണ്. ഇഗാത്പൂരിൽ വണ്ടി എത്തിയ പിന്നെ ഒരു ബാങ്കർ ലോക്കോമോട്ടീവ് ഒക്കെ റിമൂവ് ചെയ്യും. അതിനുശേഷം നാഷിക്കാണ് വരുന്നത്. അതിനുശേഷം മൻമാഡ്. ഈ ട്രെയിനിന് നാളെ പുലർച്ചെ ഒരു 4 മണി 4:15 ആകുമ്പോഴാണ് സംഭാജി നഗറിലെത്തുക. ഇന്ന് രാത്രിക്കത്തെ കാഴ്ചകളൊക്കെ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് ഇനി നാളെ രാവിലെ മുതൽ കാണാം. മുംബൈയിൽ നിന്നും 375 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ പിത ഛത്രപതി സംഭാജി നഗർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. 4:18 ഇപ്പോൾ. ഇവിടെ ഈ സമയത്ത് നല്ല തണുപ്പാണ്. ഇതാണ് സ്റ്റേഷൻ. പ്ലാറ്റ്ഫോമിലൊക്കെ അത്യാവശ്യത്തിന് നല്ല വൃത്തിയൊക്കെ ഉണ്ട്. പിന്നെ ഇന്നലെ രാത്രിക്ക് ഉറക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അതെന്ന് പറഞ്ഞാൽ കല്യാണത്തിനൊക്കെ കുറേ ഫാമിലി, അതായത് ഗ്രൂപ്പായിട്ട് തന്നെ കയറിയിട്ടുണ്ട്. കൂടുതൽ ആൾക്കാർ ഈ സംഭാജി നഗറിലൊക്കെ വന്ന ആൾക്കാർ തന്നെയാണ്. ഇവരെന്ന് പറഞ്ഞാൽ മര്യാദക്ക് ഉറങ്ങുന്നില്ല. ശരി, ലൈറ്റ് ഓഫ് ആക്കുന്നില്ല. കരവില്ല, പിന്നെ ലൈറ്റ് ഓഫ് ആക്കുന്നില്ല. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഏകദേശം കല്യാണം എത്തിയ എത്തുന്നതിന് മുന്നേ എന്താ പറയുക കിടന്ന് ഉറങ്ങാൻ ശ്രമിക്കുകയുണ്ടായി. പക്ഷെ ഉറക്കം വരണ്ടേ ഈ ഒച്ചപ്പാട് കേട്ടിട്ട്. ഈ ട്രെയിൻ ഹസൂർ സാഹിബ്, നാൻഡഡ്, നിസാമാബാദ്, സെക്കന്ദരാബാദ് വഴിയാണ് പോവുക. വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ ഇത് ലിങ്കംപള്ളിയിലെത്തും. അപ്പോൾ അതങ്ങനെ ഇതാ കടന്നു പോവുകയാണ്. ഛത്രപതി സംഭാജി നഗർ സ്റ്റേഷൻ്റെ കോഡ് CPSN ആണ്. ഇവിടെ 3 ഭാഷകളിലായി പേര് കൊടുത്തത് കാണാം. മറാത്തി, ഹിന്ദി, ഇംഗ്ലീഷ്. ഇവിടെ ഒരു ബോർഡ് കാണാം. 4 ഭാഷകളുണ്ട്. അതിൽ 4ാമതായിട്ടുള്ളത് ഉറുദു ആണ്. ഇവിടെ പ്രധാനമായിട്ട് പറയുന്നത് ഇവിടുന്ന് ഓരോ സ്ഥലത്തേക്കുള്ള കിലോമീറ്റർ ആണ്. എല്ലോറ കേവ്സിലേക്ക് 29 കിലോമീറ്റർ ദൂരമുണ്ട്. അജന്ത കേവിലേക്ക് 105 കിലോമീറ്ററും. ഒരുപാട് ചരിത്രം നിറഞ്ഞൊരു സ്ഥലമാണ് ഛത്രപതി സംഭാജി നഗർ എന്നത്. കാരണം പല പേരുകളാണ് ഈ പറഞ്ഞൊരു സ്ഥലം അറിയപ്പെട്ടത്. നമുക്ക് അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് 1610 അഹമ്മദ് നഗരത്തെ ഭരണാധികാരിയായ അംബർ മാലിക്കാണ് ഈ പറഞ്ഞൊരു ഗ്രാമം സ്ഥാപിച്ചത്. അന്ന് ഇത് ഗഡ്കി എന്ന പേരിലാണ് അറിയപ്പെട്ടത്. വീണ്ടും റീനെയിം ചെയ്യേണ്ടായി. അതെന്ന് പറഞ്ഞാല് അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ മകൻ ഫത്തേഖാൻ ആണ് ഫത്തേഖ്പൂർ എന്ന പേരിൽ ഈ പറഞ്ഞ ഒരു സ്ഥലത്തിനെ റീനെയിം ചെയ്തത്. 3ാമതാണ് ഔറംഗാബാദ് എന്ന പേരിൽ ഈ സ്ഥലം അറിയപ്പെട്ടത്. അതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. 1836 സമയത്ത് ഡെക്ക മേഖലയിലെ ഈ പറഞ്ഞ ഔറംഗാബാദിന്റെ ഭാഗങ്ങളൊക്കെ ഔറംഗസേബ്, അതായത് അന്നത്തെ പ്രധാനപ്പെട്ട മുഗൾ സാമ്രാജ്യത്തിലെ വൈസ്രോയി ആയിരുന്നു അദ്ദേഹം കീഴടക്കേണ്ടായി.
ശേഷം 1653 ഔറംഗസേബ് ഈ പറഞ്ഞ സ്ഥലങ്ങളുടെ പേരൊക്കെ, അതായത് ഈ പറഞ്ഞ നഗരത്തിന്റെ പേര് തന്നെയാണ് ഔറംഗാബാദ് എന്ന് പറഞ്ഞിട്ട് റീനെയിം ചെയ്തത്. ആ സമയത്ത് തന്നെ ഡെക്കാൻ മേഖലന്റെ ക്യാപിറ്റലാക്കി ഈ സ്ഥലത്തെ മാറ്റുകയും അദ്ദേഹം ചെയ്തു. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്തിന്റെ പേര് പറയുന്നത് ഛത്രപതി സംഭാജി നഗർ എന്നാണ്. ഔറംഗാബാദ് എന്ന പേരിൽ നിന്നും ഛത്രപതി സംഭാജി നഗർ എന്ന ഒരു പേരിലേക്ക് ഈ നഗരത്തിന്റെ പേര് മാറ്റാനുള്ള കാരണം, അതുപോലെ തന്നെ ആരാണ് സംഭാജി എന്ന് കൂടെ നമുക്ക് അറിയണ്ടേ. അതായത് നമ്മൾ മുംബൈ CST റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കയറുന്ന സമയത്ത് ശിവജി മഹാരാജാവിനെ കുറിച്ച് നമ്മൾ പറയണ്ടായി. മറാത്ത സാമ്രാജ്യത്തിന്റെ ആദ്യത്തെ സ്ഥാപകനാണ് അദ്ദേഹം. അതിനുശേഷം, അതായത് ഈ ഛത്രപതി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ പറയാ, രാജാവാണ്. അദ്ദേഹമാണ് ഒന്നാമത്തെ ആ ഒരു മഹാരാജാവായിട്ടൊക്കെ വരുന്നത്. രണ്ടാമത്, അതായത് ശിവജി മഹാരാജിന് ശേഷം രണ്ടാമത്തെ ഛത്രപതിയാണ് സംഭാജി. സംഭാജി എന്ന് പറയുന്നത് ഛത്രപതി ശിവജിയുടെ മൂത്ത മകൻ കൂടിയാണ്. അപ്പം സംഭാജി ഭരിച്ച സമയം എന്ന് പറഞ്ഞാൽ 1780 മുതൽ 1789 ആ ഒരു കാലഘട്ടങ്ങളിലാണ്. അപ്പം ശരിക്കും പറഞ്ഞാല് ആ ഒരു മറാത്തി പേര് പറയുവാണെങ്കിൽ എന്താ പറയാ, സംഭാജി രാജെ, ശിവാജി രാജെ ബോൺസ്ലെ എന്നാണ് ആ ഒരു എന്താ പറയാ ഒരു ഭാഷയിലൊക്കെ വരുന്നത്. അപ്പം ഇതാണ് സംഭാജി എന്ന് പറയുന്നത്. കൂടാതെ തന്നെ പേര് മാറ്റാൻ ഉണ്ടായ സാഹചര്യം പറയുവാണെങ്കിൽ 1988 സമയത്ത്, അതായത് ഈ ഒരു ഭാഗത്തേക്ക് കൂടുതലായിട്ട് ശിവസേന ആ ഒരു രാഷ്ട്രീയ പാർട്ടിയിലൊക്കെയാണല്ലോ പെട്ടവരാണല്ലോ കൂടുതലായിട്ടുള്ളത്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബാൽ താക്കറെ എന്ന് പറഞ്ഞ ഒരു വ്യക്തി, അദ്ദേഹമാണ് ഈ പറഞ്ഞൊരു നഗരത്തിന്റെ പേര് മാറ്റാൻ വേണ്ടിയിട്ട് നിർദ്ദേശിക്കുകയുണ്ടായി. ശേഷം 1995 സമയത്ത് ഇവിടുത്തെ കോർപ്പറേഷന്റെ പേര് മാറ്റാൻ വേണ്ടിയിട്ട് പ്രമേയമൊക്കെ പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. ഫൈനലി 2022 ജൂൺ 29 അന്നത്തെ, അതായത് മന്ത്രിസഭ എന്ന് പറയുന്നത് ശിവസേനയുടെ നിയന്ത്രണത്തിലാണ് മഹാരാഷ്ട്രന്റെ വരുന്നത്. അവര് ഈ പറഞ്ഞ നഗരത്തിന്റെ പേര് ഔറംഗാബാദിൽ നിന്നും നേരെ ഛത്രപതി സംഭാജി നഗറിലേക്ക് മാറ്റുകയും ചെയ്തു. ഞങ്ങൾ സ്റ്റേഷന്റെ പുറത്തേക്ക് ഇറങ്ങി. ഇതുവഴിയാണ് ഇപ്പൊ നിലവിൽ സ്റ്റേഷന്റെ അകത്തേക്കുള്ള ഒരു എൻട്രൻസ് ഒക്കെ. ഇവിടെ ഇപ്പോൾ നവീകരണം നടക്കുകയാണ്. കുറച്ച് വർഷങ്ങളെടുക്കും നല്ല കിടിലൻ റെയിൽവേ സ്റ്റേഷനായിട്ട് വരാൻ. അൺറിസർവ്ഡ് ടിക്കറ്റ് കൗണ്ടറും റിസർവേഷൻ കൗണ്ടറൊക്കെ നിലവിൽ ഇപ്പോൾ അവിടെയാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് നേരെ ടൗണിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണ്. എന്തായാലും ഞങ്ങൾക്ക് ഇന്ന് ഇവിടെ റൂം എടുക്കാനുണ്ട്. ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്കൊക്കെ നടന്നു പോയിട്ട് ആ ഭാഗത്ത് എവിടെയെങ്കിലും എടുക്കാമെന്നാണ് കരുതുന്നത്. ഇവിടെയാണ് പാർക്കിംഗ് ഒക്കെ വരുന്നത്. പിന്നെ ഇവിടെ ഒരു സ്റ്റീം ലോക്കോമോട്ടീവ് ഒക്കെ കാണാം. ഇത് വളരെ പഴക്കം ചെന്നൊരു ലോക്കോമോട്ടീവാണ്. ഇവിടെ തന്നെ ഓട്ടോ സ്റ്റാൻഡും കാണാം. സ്റ്റേഷൻ്റെ മുൻഭാഗത്ത് തന്നെ ചെറിയൊരു ബസ് സ്റ്റോപ്പൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരുപാട് ധാബകളൊക്കെ കാണാം. ഇവിടെയാണ് വെൽക്കം എന്നുള്ളൊരു ബോർഡൊക്കെ ഉള്ളത്. ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്ക് ഞങ്ങൾ ആദ്യം പോകുന്നില്ല. ഇവിടെ തന്നെ നല്ല ഹോട്ടൽസൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ എവിടെയെങ്കിലും താമസിക്കാം. ആദ്യം പോയിട്ട് റൂമിൻ്റെ റേറ്റൊക്കെ ഒന്ന് ബാർഗെയിൻ ചെയ്ത് നോക്കാം. സ്റ്റേഷന് മുന്നിലേക്കൂടെയുള്ള ഒരു പ്രധാനപ്പെട്ട വഴിയാണിത്. ഇത് ഇവിടെയൊക്കെ ഒരുപാട് ലോഡ്ജുകളും ഒക്കെ കാണുന്നുണ്ട്. ഇതാ ഇവിടെ കാണുന്നുണ്ട് AC ആൻഡ് non-AC റൂംസ്. നമുക്ക് ആദ്യം എവിടെയെങ്കിലും പോയിട്ടൊന്ന് ചോദിച്ചു നോക്കാം. നേരത്തെ നമ്മൾ പോയ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തെല്ലാം റൂമിന് 2500, 3000 ഒക്കെയാണ്. ഞങ്ങൾ പിന്നെ അവിടെ എടുക്കാതെ ഇനിയിപ്പം നേരെ ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക് പോവുകയാണ്. ഇനിയിപ്പം ഈ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും നല്ല ഹോട്ടൽസ് ഉണ്ടെങ്കിൽ അത് നോക്കാം. ഞങ്ങൾക്ക് ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക് ഒരു ഷെയർ വണ്ടി കിട്ടി. അപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഈ ഭാഗത്ത് എവിടെയെങ്കിലും നമുക്ക് റൂം നോക്കാം. ബസ് സ്റ്റാൻഡിലേക്ക് കുറച്ചും കൂടെ പോകാനുണ്ട്. ശരിക്കും എല്ലായിടത്തും നല്ല പൊടിയാണ്. ഇവിടുത്തെ കെട്ടിടങ്ങളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. ഓക്കെ, ഇവിടെയാണ് നിർത്തുക. സെൻട്രൽ ബസ് സ്റ്റാൻഡാണിത്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഈ ഭാഗത്തേക്ക് നടന്നിട്ട് പോവാം. ബസ് സ്റ്റാൻഡിൻ്റെ ഇവിടെ ഞങ്ങൾക്ക് ചെറിയൊരു മുറി കിട്ടിയേ. ഇതിന് വരെ നല്ല റേറ്റാണ്. 1000 രൂപയാണ് ഈ റൂമിന് വന്ന വാടക. ശരിക്കും 1000 രൂപേൻ്റെ റൂമൊന്നും ഇല്ലയെന്ന് തന്നെ പറയാൻ കേട്ടാ. പിന്നെ വേറൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ വേറെ നല്ല റൂമൊന്നും ഇല്ല കേട്ടോ. ഇത് പിന്നെ അത്യാവശ്യം നല്ല വൃത്തിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് പിന്നെ എടുത്തത്. ഒരു TV യും
പിന്നെ ഫാനും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റൂം തന്നെയാണ്. സംഭാജി നഗറിലേക്ക് വരാനുള്ള പ്രധാന കാരണം ഇന്ത്യയിലെ അത്ഭുതങ്ങളിലൊന്നായ എല്ലോറ കേവ് ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണ്. 29 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. ഞങ്ങളിനിപ്പോ നേരെ ഫ്രഷായ ഉടനെ തന്നെ നേരെ അങ്ങോട്ട് പോവുകയാണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞൊരു നഗരത്തില് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഔറംഗസേബിന്റെ കാര്യങ്ങളൊക്കെ, അതുമായി റിലേറ്റഡ് ആയിട്ട് ഒരുപാട് എന്താ പറയുക മോനുമെന്റ്സും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാലോ ഒരു ഹിന്ദു മുസ്ലിം ആയിട്ടുള്ള മിക്സിംഗ് ആയിട്ടുള്ള ഒരു നഗരം കൂടിയാണ് ഇത്. നമ്മുടെ നാട്ടിലുണ്ട്, നമ്മുടെ കേരളത്തിന് മുമ്പ് തിരുവിതാംകൂർ, മലബാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പ്രദേശം അറിയപ്പെടുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് മറാത്ത്വാഡ എന്ന് പറയും. ആ മറാത്ത്വാഡയിലത്തെ ഏറ്റവും വലിയ നഗരം കൂടിയാണ് ഇത്. ഇനി എന്താ പറയാ, ഈ ഒരു വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. അപ്പൊ നമുക്ക് മറ്റേ വീഡിയോ ബൈ.